ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിതീഷിലേക്ക് പോവാണ്. ജിനേഷ്, ഇടയിൽ ചില വാഗ്വാദങ്ങൾ വന്നതുകൊണ്ടാണ് താങ്കളിലേക്ക് എത്താൻ കഴിയാതെ പോയത്. ഇവിടെ ഗവർണർ തൻ്റെ തന്നിഷ്ടപ്രകാരമാണ് ഇവിടെ വി സിമാരുടെ നിയമനം നടത്തിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതി ഉത്തരവ് പോലും ഗവർണർ മറികടന്നു എന്ന് പറയുമ്പോൾ ഗവർണർ സ്വന്തം നിലക്കെടുത്ത തീരുമാനം എന്ന് പറഞ്ഞ് ഇതിന് കോടതിയിലും കയറിയിരിക്കുന്നു. ഇനി നിയമ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ഇപ്പോഴുള്ള ഈ സംഭവവികാസങ്ങളെല്ലാം കോൺഗ്രസ് നോക്കിക്കാണുന്നത്? അല്ല, ഒരല്പം മുമ്പ് ഈ ചാനലിൽ നടന്നത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൃത്യമായ അഭിപ്രായം പറയാനോ ചർച്ച നടത്താനോ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുകയാണ് ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റും ഗവർണറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞാൻ ഷിജുഖാനോട് പറയുന്നത്, പാൽ സൊസൈറ്റി മുതൽ അങ്ങ് ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ വല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കുന്നതാണ് CPM ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ പൂക്കോട് ഒരു വെറ്റിനറി സർവകലാശാലയുണ്ട്. നമ്മൾക്കൊക്കെ ഒരു അഭിമാനം. എന്താണ് അതിനകത്ത് നടക്കുന്നത്? കേരളത്തിലെ തുറന്ന ചിത്രമാണ്. ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, ഡോക്ടർ ഷിജുഖാൻ, ഇപ്പൊ കേരളത്തിലെ ഒരു അഭിമാന സ്ഥാപനമാണ് തൃശ്ശൂർ ജില്ലയിലുള്ള കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. എല്ലാ കാലത്തും വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ മാസവും ഒരുപാട് ആളുകൾ പഠിക്കാൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ രംഗം പഠിക്കാൻ വരുന്ന സ്ഥാപനമായിരുന്നല്ലോ കില. ആ കിലയിൽ നിങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം എന്ത് ചെയ്തു? ആ മേഖലയിലുള്ള ആളുകൾ എടുത്തു മാറ്റി ഒരു MBBS ബിരുദധാരിയായി, അതായത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഡോക്ടർ ജോയ് ഇളമനെ അവിടെ വെച്ചു. നമ്മളൊക്കെ ആദ്യം വിരിച്ച് അദ്ദേഹം ഡോക്ടറേറ്റ് ആണ്, നല്ല അദ്ദേഹം MBBS ഡോക്ടറാണ്. പിന്നീട് എന്ത് ചെയ്തു? അവിടെ വന്ന അപ്പോയിന്റ്മെന്റുകൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, യോഗ്യതയില്ലാത്ത, നിങ്ങളാണ് പറഞ്ഞത് ആരോഗ്യ സർവകലാശാലയിൽ PhD ഉണ്ടോ എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. കിലയ്ക്കകത്ത് 10 പ്രൊഫസർമാരെ വെച്ചപ്പോൾ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകളെ വെച്ചു. അതിനകത്തുള്ള എല്ലാ ആളുകളെയും രാഷ്ട്രീയവൽക്കരിച്ചു. അതിന്റെ എക്സ്റ്റൻഡഡ് ഫാക്കൽറ്റി രാഷ്ട്രീയവൽക്കരിച്ചു. അതിന്റെ ഫലം എന്തായി? ആ സ്ഥാപനം നശിക്കുന്ന സാഹചര്യത്തിലേക്കായി. ഒരാളും പഠിക്കാൻ വരുന്നില്ല. ഇപ്പോ അദ്ദേഹം നടത്തിയ നിയമനം കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കേരളത്തിനകത്ത് നേരത്തെ സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരെ പോയ കേസ് എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല? അതെവിടെ ക്ലാരിഫിക്കേഷൻ വരുമായിരുന്നല്ലോ. ഞങ്ങളൊക്കെ പറഞ്ഞത് നിയമസഭ പാസാക്കിയ നിയമം പിടിച്ചു വെക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന സ്റ്റാൻഡാണ് ഞങ്ങൾക്കുള്ളത്, കോൺഗ്രസിനുള്ളത്. അതിന്റെ നിയമ പോരാട്ടത്തിലേക്ക് പോവേണ്ടതിന് പകരം നിങ്ങൾ എന്ത് ചെയ്തു? ഗവർണറെ തടയാൻ പോയി, ഗവർണറെ വളയാൻ പോയി, അത് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പോയി, SFIക്കാരെ കൊണ്ട് അവരെ തടയിപ്പിച്ചു. പിറ്റേ ദിവസം അത് കോംപ്രമൈസ് ചെയ്ത തലത്തിലേക്ക് പോയി. അതല്ലായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് ഗവർണർ അമിതമായ ഭരണ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് സുപ്രീം കോടതിയിൽ വളരെ കൃത്യമായി, നിങ്ങൾ തന്നെ പലവട്ടം ബംഗാളിനെ കോട്ട് ചെയ്തില്ലേ? ബംഗാളിനെ കോട്ട് ചെയ്തതുപോലെ തന്നെ കേരളത്തിനെ കോട്ട് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് എത്തിച്ചുകൂടായിരുന്നു? ഇല്ല. അതിനിടയ്ക്ക് നിങ്ങൾ ഒരു കോംപ്രമൈസിന്റെ വഴി, ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു നല്ല ബന്ധം പുലർത്താനും അല്ലാത്ത സമയത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി എതിർക്കാനുമാണ് പോയത്. അതല്ലല്ലോ വേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഗവർണർ ചെയ്താൽ അതിന്റെ അപ്പർ കോടതിയിലല്ലേ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അത് ചോദ്യം ചെയ്യുന്നതിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ആവശ്യാനുസരണം ആത്മാർത്ഥത കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട്? ഒരിക്കലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തടയിടാൻ നിങ്ങൾക്ക് നിയമപരമായി കഴിയുന്നില്ല. അതിന്റെ ഉത്തരമാണെന്ത്? ഇടയ്ക്ക് സർവകലാശാലയിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞൊരു സമരം നടത്തും, കോഴിക്കോട്ട് കാലുകുത്തിക്കില്ല എന്ന് സമരം നടത്തും. കുറെ ആളുകൾ അതിന്റെ മാപ്പു സാക്ഷികളാക്കും. പിന്നെ അതിന്റെ കേസും വക്കാണും ഇപ്പൊ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കും. യഥാർത്ഥ കേരളത്തിലെ പല വിഷയങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടി ഗവർണർ സർക്കാർ പോരിനെ ആയുധമാക്കി വെക്കും. അപ്പോൾ യഥാർത്ഥ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. പിന്നെ ഷിജുഖാൻ വൈകാരികമായി പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഷിജുഖാൻ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആശാസ്യകരമായ രീതിയിലാണ് പോകുന്നത് എന്ന് ഡോക്ടർ ഷിജുഖാൻ പറയാൻ പറ്റുമോ? ഏതൊരു സ്ഥാപനം, നിങ്ങളുടെ കണ്ണിന്റെ താഴെയല്ലേ യൂണിവേഴ്സിറ്റി കോളേജ് ഉള്ളത്? യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് അടുത്ത കാലത്ത് നടന്ന പല കാര്യങ്ങളെ പറ്റി നമ്മൾ കേട്ടു. യോഗ്യതയില്ലാത്ത ആളുകൾ, BCom പാസ്സാവാത്ത ആളുകൾ, MCom